നമസ്കാരം സുഹൃത്തുക്കളെ. മാധ്യമ അജണ്ടകൾക്ക് അനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുകയും വർഗീയവൽക്കരിക്കപ്പെടുകയും പൊലിപ്പിക്കുകയും തമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇക്കാലത്ത് പല വാർത്തകളും നമ്മുടെ മുമ്പിൽ എത്താതെ പോകുന്നുമുണ്ട്. അത്തരം ഒരു ചെറിയ വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, STP പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജപ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. അത് ബ്രൂ റിയാങ് എന്ന് പറയുന്ന ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ പുനരധിവാസത്തെ പറ്റിയാണ്. ഈ ബ്രൂ റിയാങ് കമ്മ്യൂണിറ്റി മ്യാൻമറിൽ നിന്നോ മറ്റോ 18-ാം നൂറ്റാണ്ടിൽ മിസോറാമിലേക്ക് കുടിയേറിയവരാണത്രേ. അതിനുശേഷം 1997-98 കാലഘട്ടത്തിൽ ഇവർ മിസോറാമിൽ അവിടെ വംശീയമായ ഭീഷണികൾ നേരിടുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ ചിതറിപ്പോവുകയും അങ്ങനെ ഇവർ ത്രിപുരയിലേക്ക് കുടിയേറുകയും ഒക്കെ ചെയ്തു. ത്രിപുരയിലേക്ക് വന്ന ഇവർ 2018 വരെ ത്രിപുരയിൽ മണിക് സർക്കാരിൻ്റെ ഇടത് സർക്കാരായിരുന്നു. അവർക്ക് അവിടെ ഒരു പരിഗണനയും കിട്ടാതെ ഷെൽട്ടറുകളിൽ ജീവിതം തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ മിസോറാമിലും ത്രിപുരയിലും ഒക്കെയായി ചിതറി യാതൊരു രക്ഷയുമില്ലാതെ ജീവിച്ചിരുന്ന ഇവരുടെ നിരന്തരമായ അപേക്ഷയും ഒക്കെ പരിഗണിച്ച് 2018 ശേഷം ത്രിപുരയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വരികയും ബിപ്ലബ് കുമാർ ദേവ് അധികാരത്തിൽ വരികയൊക്കെ ചെയ്തപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സെറ്റിൽമെൻറ്റിൻ്റെ കരാറുണ്ടാക്കുകയും ഈ ബ്രൂ റിയാങ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആ സംഘടനകളുമായി ചേർന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ കമ്മ്യൂണിറ്റി ഇന്ന് ഈ ത്രിപുരയിലെ 11 പുനരധിവസിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് 4 ലക്ഷം രൂപ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, 5000 രൂപ വീതം മാസം, സൗജന്യ റേഷൻ 2-3 വർഷത്തേക്ക്, വീട് വയ്ക്കാനുള്ള സഹായം, വീട് വയ്ക്കാനുള്ള ഭൂമി, ഈ പുനരധിവാസ ഭൂമിയിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ, സൗജന്യമായ യാത്രാ സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഈ എഗ്രിമെൻ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ 2020 നടന്ന ഈ കരാറ് പ്രകാരം ഇപ്പോൾ 2023 വരെ 6302 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു. 6002 വീടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അവരുടെ ജനസംഖ്യ വർദ്ധിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം, പരിഷ്കൃതമായ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സർക്കാരുകൾ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. 30,000 മുതൽ 40,000 വരെ അംഗങ്ങളുള്ള 5000 കുടുംബങ്ങൾ അല്ലെങ്കിൽ 6000-ൽ കൂടുതൽ കുടുംബങ്ങൾ, ഇവരെയൊക്കെ പുനരധിവസിപ്പിച്ച് അവരുടെ ആ പൈതൃക സംരക്ഷണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു ബഹുസ്വര സമൂഹത്തിന് ഈ ഗോത്ര സംസ്കാരങ്ങളുടെ സംരക്ഷണം എത്രമാത്രം പ്രധാനമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പരസ്പരം ബഹുമാനിക്കുന്ന ഗോത്രങ്ങൾ, പരസ്പരം പോരടിക്കുന്നതല്ല, പരസ്പരം ബഹുമാനിക്കുന്ന വിവിധ ഗോത്രങ്ങൾ ഉണ്ടാവുക എന്നത് ബഹുസ്വരതയുടെ മുഖമുദ്രയാണ്. അല്ലാതെ ഏകശിലാത്മകമായ സെമിറ്റിക് സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. ഒരു ജനാധിപത്യ സംസ്കാരത്തിന് അത് നല്ലതുമല്ല. ഈ ബ്രൂ റിയാങ് സംസ്കാരത്തിൽ പെൺദൈവങ്ങളുണ്ട്. അവരുടെ ഒരുപാട് ദൈവങ്ങളിൽ പെൺദൈവങ്ങളുമുണ്ട്. അപ്പോൾ അവർ
സ്ത്രീപക്ഷമായി ചിന്തിക്കുന്നവരാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു വാർത്ത കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് പ്രധാനമന്ത്രി ക്രിസ്ത്യൻ പുരോഹിതർക്ക് വേണ്ടി വിരുന്നൊരുക്കിയിരുന്നു. ആ വിരുന്നിൽ ബംഗളൂരുവിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സഭയുടെ പരമാധികാരിയായ പീറ്റർ മച്ചാഡോ എന്ന പുരോഹിതൻ പ്രധാനമന്ത്രിയോട് ഡിമാൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള കൺവേർഷൻ അത് തടയരുത്. 12 സംസ്ഥാനങ്ങൾ അത് ഈ ആൻറ്റി കൺവേർഷൻ ലോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടപ്പാക്കരുത്. കാരണം ഇത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ കൺവേർഷൻ എന്ന് പറയുന്നത് അവരുടെ അവകാശമാണെന്നാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതൻ പറയുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നിരോധിച്ചിരിക്കുന്നത് ഈ കൺവേർഷൻ അല്ല. ഒരാൾക്ക് മതപരമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് മതത്തിലേക്കും കൺവേർട്ട് ചെയ്യാം. പക്ഷെ പ്രലോഭനമാണ് നിരോധിച്ചിരിക്കുന്നത്. ജീവിത സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടുള്ള പ്രലോഭനങ്ങൾ, രോഗാവസ്ഥ, ദാരിദ്ര്യം, അല്ലെങ്കിൽ പഠന സാഹചര്യങ്ങളില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ടുള്ള മതപരിവർത്തനമാണ് നിരോധിച്ചിരിക്കുന്നത്. ഇത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഈവാഞ്ചലിസ്റ്റുകൾ ഇവിടെ മതം മാറ്റിയതിനേക്കാൾ കൂടുതൽ മുതൽ മുടക്കിയിരിക്കുന്നത്, പണം ഒഴുകിയിരിക്കുന്നത്, വിദേശ ഫണ്ടുകൾ വന്നിരിക്കുന്നത് 2004 മുതൽ 2014 വരെ സോണിയാജിയുടെ കാലഘട്ടത്തിലാണ്. അന്ന് UPA സർക്കാരിൻ്റെ സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്ന സോണിയാഗാന്ധി വിദേശ ഫണ്ടുകൾക്ക് ഭാരതത്തിലേക്ക് ഉള്ള വാതിലുകൾ മലർക്കെ തുറന്നിട്ട് ഇഷ്ടംപോലെ പണം നൽകി, പ്രലോഭനം നൽകി മതം മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ആഗ്രഹിച്ച് മതം മാറണമെങ്കിൽ ഏതു മതത്തിലേക്കും മാറാം. ഏതെങ്കിലും രീതിയിൽ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ മതം മാറ്റുന്നതിനെയാണ് നിരോധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പീറ്റർ മച്ചാഡോ എന്ന പുരോഹിതൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയിരിക്കുന്ന SC ST ദളിത് അവർക്ക് ആ അവകാശങ്ങൾ അല്ലെങ്കിൽ സംവരണം നൽകണം എന്നുള്ളതാണ്. ഈ സെമിറ്റിക് മതങ്ങളിൽ എവിടെ ആണ് ജാതികൾ, അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് സംവരണം? ഏകശിലാത്മകമായ ഏകീകരണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ സെമിറ്റിക് മതങ്ങളിൽ എന്തിനാണ് സംവരണം? ഹിന്ദുക്കളാണല്ലോ എപ്പോഴും ജാതിയുടെ പേരിൽ എല്ലാ ചീത്തവിളികളും കേൾക്കുന്നത്. ഈ മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ദളിതന് അവിടെ പള്ളികളിൽ എന്താണ് സ്ഥാനം? അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബ്രൂ റിയാങ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഗോത്രവർഗത്തിൻ്റെ ദൗർബല്യങ്ങൾ മുതലെടുത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഫണ്ട് അവിടെ ഒഴുക്കി അവരെ മതം മാറ്റാമായിരുന്നു. അവരുടെ പൈതൃകത്തിൻ്റെ വേരുകൾ അറുത്തു മാറ്റാമായിരുന്നു. നമ്മൾ കണ്ടതാണ്, സെന്റിനൽസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ദ്വീപിൽ ജീവിക്കുന്ന അവരെ മതം മാറ്റാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്ന് ഒരാൾ എത്തുകയും ആ സെന്റിനൽസിന്റെ ആക്രമണത്തിൽ അയാൾ മരിക്കുകയും ചെയ്തത് നാം വാർത്തകളിൽ കണ്ടതാണ്. അത് അങ്ങനെ അവരുടെ സംസ്കാരത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ പോകുമ്പോൾ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ പുരോഹിതരെ ആക്രമിച്ചു എന്നുള്ള പേരിൽ അത് മറ്റൊരു കലാപത്തിന് കാരണമാക്കുന്ന രീതിയും ഇവിടെയുണ്ട്. അപ്പോൾ ഗോത്രജനതയെ അവരുടെ വഴിക്ക് വിടുക, അതിനു വേണ്ട കാര്യങ്ങൾ ഇനി മുതൽ കേന്ദ്ര സർക്കാർ ചെയ്തുകൊള്ളും. നിങ്ങളുടെ ഫണ്ടും
നിങ്ങളുടെ പ്രലോഭനങ്ങളും ഉപയോഗിച്ച് അവരുടെ പൈതൃക സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അവർ വിദ്യാഭ്യാസം കൊണ്ട് പരിഷ്കൃതരായി വരട്ടെ. അതിനാരും ഒരെതിരും നിൽക്കുന്നില്ല. അവരെ മറ്റൊരു ദൈവത്തെ കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിക്കാതിരിക്കുക. അവരുടെ പൈതൃകത്തിൻ്റെ വേരുകൾ മുറിക്കാതിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്ന് ജനാധിപത്യത്തെ തിരഞ്ഞു പോകുന്ന എല്ലാ സംസ്കാരങ്ങളും, ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അവരുടെ പഴയ ആ പേഗൻ സംസ്കാരത്തെ തിരഞ്ഞു പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ജനാധിപത്യം നിലനിൽക്കാൻ ബഹുസ്വര സംസ്കാരങ്ങൾ വേണം. അപ്പോൾ ആ പേഗനിസത്തിന്റെ ആ പ്രാകൃതമായ കലാപങ്ങൾ, തമ്മിൽ തല്ലുകൾ ഇല്ലാതാക്കി മാന്യമായ പരസ്പര ബഹുമാനം ഉണ്ടായാൽ ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനും ഏറ്റവും നല്ലത് അത് തന്നെ ആയിരിക്കുമെന്ന് ജനാധിപത്യ സമൂഹങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏകശിലാത്മകമായ മതങ്ങളിലേക്കുള്ള പ്രലോഭനങ്ങൾ ഇല്ലാതാക്കി എല്ലാ ഗോത്ര സംസ്കാരങ്ങളും അതാതിൻ്റെ പൈതൃകങ്ങളിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഈ ഭാരതത്തിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആശംസകളോടെ നന്ദി.